ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് അഗ്രികൾച്ചർ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇൻസെക്ട് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റുകളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഇനി ബയോടെക്നോളജിയുടെ മെഡിസിനിലുള്ള ആപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ. സോ മെഡിസിനൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആ നമ്മൾ മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യണതിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ രംഗത്ത് എന്തൊക്കെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. സോ അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ റീകോമിനൻ്റ് DNA ടെക്നോളജി അഥവാ നമ്മൾ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ്, റീകോമിനൻ്റ് DNA എന്ന് പറഞ്ഞാൽ ആ റീകോമിനൻ്റ് DNAയുടെ ആ പ്രൊഡക്ഷൻ. സോ റീകോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ആ പ്രോസസ്സ് നമ്മുടെ ഹെൽത്ത് കെയറിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഒരുപാട് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ ഓഫ് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ. സോ ഇഫക്റ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരുപാട് തെറാപ്യൂട്ടിക് ഡ്രഗ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റീകോമിനൻ്റ് DNA ടെക്നോളജി വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ആ ഏരിയയിൽ ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ നമ്മുടെ റീകോമിനൻ്റ് DNA ടെക്നോളജിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ റീകോമിനൻ്റ് DNA ടെക്നോളജിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ തെറാപ്യൂട്ടിക്സ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഡ്രഗ്സുകൾ, റീകോമിനൻ്റ് തെറാപ്യൂട്ടിക്സുകൾ, അതിന് ഒരു തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസും ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാക്കില്ല. അതേസമയം ഇതുപോലെ സിമിലർ പ്രോഡക്റ്റുകൾ, സിമിലർ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ ഒരു നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഒരുപാട് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ റീകോമിനൻ്റ് DNA ടെക്നോളജിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് ഡ്രഗ്സിന് ഒരു തരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കലും ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള റെസ്പോൺസും കാണിക്കാറില്ല. സോ ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തി ആൻഡ് സേഫ് ആയിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള തെറാപ്യൂട്ടിക് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ റീകോമിനൻ്റ് DNA ടെക്നോളജിയിലൂടെ സാധിച്ചിട്ടുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് ഇതുവരെ 30 റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ റീകോമിനൻ്റ് തെറാപ്യൂട്ടിക്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ 30ഓളം റീകോമിനൻ്റ് തെറാപ്യൂട്ടിക്സ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ലോകത്താകമാനം 30ഓളം റീകോമിനൻ്റ് തെറാപ്യൂട്ടിക്സ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ പാകത്തിന് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. സോ 30ഓളം റീകോമിനൻ്റ് തെറാപ്യൂട്ടിക്സ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഹ്യൂമൻസിന് ഉപയോഗിക്കാൻ. അതിൽ തന്നെ 12ഓളം ഈ തെറാപ്യൂട്ടിക്സ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ 12ഓളം റീകോമിനൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്സ് അതുപോലത്തെ ഡ്രഗ്സുകൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഈ മെഡിസിനൽ ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസ് ബയോടെക്നോളജിയുടെ ആദ്യം പറയുന്നത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. സോ ഇൻസുലിൻ്റെ കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ റീകോമിനൻ്റ് DNA ടെക്നോളജി വെച്ച് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇൻസുലിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എന്തിനാണ് ഇൻസുലിൻ്റെ ആവശ്യകത. സോ നമുക്ക് ഒരു അഡൾട്ടിനാണെങ്കിൽ ഒരു ഓൺസെറ്റ് ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെതനുസരിച്ച് നമുക്ക് ഇൻസുലിൻ റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അഡൾട്ട് ഡയബറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഇൻസുലിൻ റെഗുലറായിട്ട് എടുക്കുക. സോ ഇതുപോലൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇനഫ് എമൗണ്ട് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സോ നമുക്ക് ഇൻസുലിൻ വളരെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോണലാണ്. സോ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനേഷ്യസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് സെൽസുകളാണുള്ളത്: ആൽഫ സെൽസ്, ബീറ്റാ സെൽസ്, ഡെൽറ്റ സെൽസ്. ഈ ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസിന് ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള അധികം വരുന്ന ആ ഗ്ലൂക്കോസിനെ, ബ്ലഡിൽ വരുന്ന ആ ഗ്ലൂക്കോസിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഡ്യൂട്ടി. സോ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ലിവറിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസിനെ ടു ടേക്ക് ഗ്ലൂക്കോസ് ഫ്രം ദ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എക്സസ് ഗ്ലൂക്കോസിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു? ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ട് മാറ്റുന്നു. എവിടെ? ലിവർ സെൽസിൽ. സോ അതിന് സഹായിക്കുന്നതാണ് ഇൻസുലിൻ.
സോ ഇൻസുലിൻ എന്നാണ് നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? ഇൻസുലിനാണ്. സോ ഇതുപോലെ ഈ ഇൻസുലിൻ്റെ അഭാവം, ലാക്ക് ഓഫ് ഇൻസുലിൻ, പ്രോപ്പർ എമൗണ്ടിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, സോ ഇൻസുലിൻ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലിവർ സെൽസിന് എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ട് മാറ്റാൻ സാധിക്കില്ല. സോ എക്സസ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടാവും. സോ എക്സസ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ബ്ലഡിൽ ഉണ്ടാവുന്ന ആ അവസ്ഥയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞ അവസ്ഥ. സോ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻസുലിൻ ഇൻ ദ ബ്ലഡ്. സോ ബ്ലഡിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഈ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. സോ ഈ എന്താണ് ഗ്ലൂക്കോസ്, എക്സസ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനും ഫാറ്റുമായിട്ട് മാറാണ്ട് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അതിനെന്താ കാരണം? ഇൻസുലിൻ ഇല്ല അതിനെ എടുത്ത് കൺവേർട്ട് ചെയ്യാനായിട്ട്. സോ ആ ഒരു അവസ്ഥയാണ്, ആ ഒരു രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ബീറ്റാ സെൽസിൻ്റെ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അഭാവത്തിന് നമുക്കൊരു പരിഹാരം എന്ന് പറയുന്നത് ഇൻസുലിനെ റെഗുലർ ഇൻ്റർവെൽസിൽ എടുക്കുക എന്നുള്ളതാണ്, ഇഞ്ചെക്റ്റ് ചെയ്യുക. സോ ഇതുപോലൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇനഫ് എമൗണ്ട് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സോ അവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കേസിൽ ഇൻസുലിനെ മറ്റ് എനിമൽസിൽ നിന്ന് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമുണ്ട്. സോ ഇൻസുലിൻ നമ്മൾ മറ്റ് എനിമൽസിൽ നിന്ന്, നോൺ ഹ്യൂമൻ സോഴ്സസിൽ നിന്ന് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നോർമൽ ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ അത്രത്തോളം തന്നെ ഇഫക്റ്റീവ് ആകുമോ? നോർമലായിട്ടുള്ള നമുക്ക് വരുന്നുണ്ട്. സോ ഒരു നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്ന്, ഒരു അനിമൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്ത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ അത്രമാത്രം ഇഫക്റ്റീവ് ആകുമോ? അതുപോലെ ഒരു നോൺ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്, അതായത് ഇതിനെതിരായിട്ട് ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. സോ നമുക്ക് ഇൻസുലിനെ ജനറ്റിക്കലി എൻജിനീയർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. സോ അതിന് മുമ്പായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇൻസുലിനെ, അപ്പം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം എന്തായിരിക്കും? ജനറ്റിക് എൻജിനീയറിങ് വരുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുക ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് നിൽക്കുക. സോ ആ ബാക്ടീരിയയിൽ ഈ ബാക്ടീരിയയ്ക്ക് ഹ്യൂമൻ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നമ്മൾ വെറുതെ ഈ ബാക്ടീരിയനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മളതിനെ ഗ്രോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര ഇൻസുലിനെ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യും. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു അനിമൽ സോഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് കുറച്ചെങ്കിലും ഒരു അലർജി വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ആദ്യകാലങ്ങളിൽ ഇൻസുലിൻ ഫോർ ഡയബറ്റിസിന് വേണ്ടിയിട്ട് ഇൻസുലിനെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു, നമ്മൾ ചെയ്തിരുന്നത് എക്സ്ട്രാക്റ്റഡ് ഫ്രം പാങ്ക്രിയാസ് ഓഫ് സ്ലോട്ടേഡ് കാറ്റിൽ ആൻഡ് പിഗ്സ്. ഈ അറക്കാൻ കൊണ്ടുപോകുന്ന ഈ കാറ്റിലുകളിൽ നിന്നും, കന്നുകാലികളിൽ നിന്നും, പിഗുകളിൽ നിന്നുമാണ് ആദ്യകാലങ്ങളിൽ, അവരിൽ നിന്നാണ് നമ്മൾ അവരുടെ പാങ്ക്രിയാസിൽ നിന്നാണ് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ. സോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നോൺ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ആ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് ഒരുപാട് അലർജിക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. സോ ഈ അലർജി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ബിക്കോസ് ഒരു ഫോറിൻ പ്രോട്ടീനാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അലർജി ഉണ്ടാക്കാൻ ഒരുപാട് പേഷ്യൻസിൽ ഈ നോൺ അനിമൽ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്ന് ഈ ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അലർജി ഉണ്ടായിട്ടുണ്ട്. സോ അതിനൊരു പരിഹാരം എന്നുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമുക്കറിയണം ഇൻസുലിൻ്റെ ആ ഒരു സ്ട്രക്ചർ. സോ ഇൻസുലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻ, 2 ചെറിയ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കൊണ്ടാണ് ഇൻസുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചെയിനുകളാണ് ചെയിൻ എ ആൻഡ് ചെയിൻ ബി. സോ ചെയിൻ എ ആൻഡ് ചെയിൻ ബി എന്ന 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനുകളും ആ 2 ചെയിനുകളും ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് അത് പ്രൊഡ്യൂസ്. സോ ഇറ്റ് ഈസ് ലിങ്ക്ഡ് ബൈ ചെയിൻ ആൻഡ് ചെയിൻ ബി കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജ്. സോ ഡൈസൾഫൈഡ് ബ്രിഡ്ജ് വഴിയാണ്, ഡൈസൾഫൈഡ് ബോണ്ട് വഴിയാണ് ചെയിൻ എയും ചെയിൻ ബിയും കണക്ട് ചെയ്തേക്കണം. അങ്ങനെ 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ് ഇൻസുലിൻ ഉള്ളത്.
അതുപോലെ തന്നെ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ആസ് എ പ്രോ ഹോർമോൺ. ഒരു ഹോർമോണിന് മുമ്പത്തെ ഒരു സ്റ്റേജാണ് പ്രോ ഹോർമോൺ. സോ നോർമൽ മെച്യൂർ ഹോർമോണിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് പ്രോ ഹോർമോൺ. സോ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ഒരു പ്രോ ഹോർമോൺ, ലൈക്ക് ഒരു പ്രോ എൻസൈം പോലെ തന്നെ ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ് ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത്. സോ പ്രോ എൻസൈം എന്ന് പറയുന്നത് ഒരു പ്രോ ഹോർമോൺ പോലെ തന്നെ. അതിൻ്റെ അർത്ഥം ഈ പ്രോ ഹോർമോൺ അല്ലെങ്കിൽ ഈ പ്രോ എൻസൈമിനെ പോലെ തന്നെ ആ മുമ്പത്തെ സ്റ്റേജ്, നോർമൽ എൻസൈമിന് മുമ്പത്തെ സ്റ്റേജാണ് പ്രോ എൻസൈം. സോ അത് പ്രോസസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ എൻസൈം പ്രോ എൻസൈം പ്രോസസ്സ് ചെയ്യണം. ബിഫോർ ഇതൊരു മെച്യൂർ ഫങ്ഷണൽ ഹോർമോൺ ആവുന്നതിന് മുമ്പായിട്ട് ഈ പ്രോ ഹോർമോൺ എന്ത് ചെയ്യണം? ഇൻസുലിൻ സിന്തസൈസ്ഡ് ആസ് എ പ്രോ ഹോർമോൺ ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആ പ്രോ ഹോർമോൺ എന്ത് ചെയ്യണം? ആ പ്രോ ഹോർമോണിനെ മുമ്പ് ഉണ്ടാകുന്ന ആ ഹോർമോണിനെ മെച്യൂർ ആവണേന് മുമ്പ് നന്നായി പ്രോസസ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു ഫങ്ഷണൽ ഹോർമോൺ ആയിട്ട് മാറുള്ളൂ. സോ ഇൻസുലിൻ സിന്തസൈസ്ഡ് ആസ് എ പ്രോ ഹോർമോൺ ലൈക്ക് എ പ്രോ എൻസൈം. സോ ഇറ്റ് നീഡ്സ് ടു ബി പ്രോസസ്ഡ്. ആൻഡ് ഈ പ്രോ ഹോർമോണിൻ്റെ പ്രത്യേകത എന്താണ്? മെച്യൂർ ആവണേന് മുമ്പുള്ള ആ ഹോർമോണിൻ്റെ പ്രത്യേകത ഇറ്റ് കണ്ടെയ്ൻസ് എക്സ്ട്രാ സ്ട്രെച്ച്. ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഉണ്ടാവും, അതിൻ്റെ പേരാണ് സി പെപ്റ്റൈഡ്. സോ പ്രോ ഹോർമോൺ ലൈക്ക് പ്രോ എൻസൈമിനെ പോലെ അതിൽ ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഉണ്ടാവും, അതിൻ്റെ പേരാണ് സി പെപ്റ്റൈഡ്. ഈ സി പെപ്റ്റൈഡ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഹോർമോണിൽ, ഒരു ഫങ്ഷണൽ ഹോർമോണിൽ ഉണ്ടാവില്ല. സോ ഇൻസുലിൻ്റെ ഒരു ഫങ്ഷണൽ ഹോർമോൺ അല്ലെങ്കിൽ മെച്യൂർ ഹോർമോണിൽ എന്തുണ്ടാവില്ല? ഈ സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല. പക്ഷേ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത് ആദ്യം ഒരു പ്രോ ഹോർമോൺ ആയിട്ടായിരിക്കും. ആ പ്രോ ഹോർമോണിൽ ഈ എക്സ്ട്രാ സ്ട്രെച്ചായ സി പെപ്റ്റൈഡ് ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇൻസുലിൻ, പ്രോ ഇൻസുലിൻ. ആ പ്രോ ഹോർമോൺ അതൊരു മെച്യൂർ ഇൻസുലിൻ ആവുന്ന വരെയുള്ള ആ ഒരു ഡയഗ്രമാറ്റിക് പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇൻസുലിൻ്റെ 2 ചെയിനുകളാണ് ഇവിടെ പറയുന്നത്. എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും, 2 ഷോർട്ട് പോളി പെപ്റ്റൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ റെഡ് ആണ് നമ്മൾ പറയുന്ന എ പെപ്റ്റൈഡ്, ബ്ലൂ ആണ് ബി പെപ്റ്റൈഡ്. സോ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും അടങ്ങിയ 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ് ഇൻസുലിൻ. ഈ 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളെയും നമ്മൾ കണക്ട് ചെയ്ത് അതിൻ്റെ കണക്ഷൻ തന്നെ ഡൈസൾഫൈഡ്, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് SS. സോ ഡൈസൾഫൈഡ് ബോണ്ടുകൾ വെച്ചിട്ടാണ് ഈ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും കണക്ട് ചെയ്യുന്നത്. സോ ഇൻസുലിൻ മെയ്ഡപ്പ് ഓഫ് നമ്മൾ പറഞ്ഞു 2 പോളിപെപ്റ്റൈഡ് ചെയിൻ, എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ്, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകൾ. അതുമാത്രമല്ല ഒരു പ്രോ ഇൻസുലിൻ, ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുമ്പോൾ ഈ എ പെപ്റ്റൈഡ് ഉണ്ട്, ബി പെപ്റ്റൈഡ് ഉണ്ട്, പ്ലസ് ഒരു എക്സ്ട്രാ സ്ട്രെച്ച് ഉണ്ട്, അതാണ് നമ്മൾ പറഞ്ഞ സി പെപ്റ്റൈഡ്. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. സോ ബ്ലൂ എന്ന് പറഞ്ഞത് ബി പെപ്റ്റൈഡ് ആണ്, ഈ റെഡ് കാണിച്ചേക്കുന്നത് എ പെപ്റ്റൈഡ് ആണ്. അതിനെ 2 കണക്ട് ചെയ്യുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകളാണ് ഈ SS എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം. ഇത് പോരാണ്ട് ഈ പ്രോ ഇൻസുലിൻ ഒരു പ്രോ ഹോർമോൺ ലെവലിൽ നിൽക്കുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ സ്ട്രെച്ച് ഈ ബ്ലാക്ക് കളർ കാണിച്ചിട്ടുണ്ട്, അതാണ് സി പെപ്റ്റൈഡ്. സോ ഈ പ്രോ ഹോർമോൺ അഥവാ പ്രോ ഇൻസുലിൻ എന്തായിട്ട് മാറുന്നു? കൺവേർട്ടഡ് ആവുന്നു. മെച്യൂർ ഇൻസുലിൻ ആകുമ്പോൾ എന്താവുന്നു? എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രം കണക്ട് ചെയ്ത് ഒരു ഡൈസൾഫൈഡ് ബോണ്ടുള്ള ഒരു ഇതായിട്ട് മാറുന്നു. അവിടെ ഫ്രീ സി പെപ്റ്റൈഡ് ഫ്രീ ആയിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യുന്നു. സോ ഒരു മെച്യൂർ ഇൻസുലിനിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതാണ്? എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്. സോ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത ഒരു എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും അടങ്ങിയ ഒരു ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിനാണ് നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഹോർമോണായ ഇൻസുലിൻ. സോ മെച്യൂർ ആകുമ്പോൾ ഈ സി പെപ്റ്റൈഡ്, എക്സ്ട്രാ സി പെപ്റ്റൈഡ് അതിൽ നിന്ന് മാറുന്നു. അതാണ് പ്രോസസ്സിങ്. ആഫ്റ്റർ പ്രോസസ്സിങ് ഈ സി പെപ്റ്റൈഡ് മാറുന്നു, എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്. അതാണ് ഒരു നോർമൽ, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഫങ്ഷണൽ ഇൻസുലിൻ. സോ ഇങ്ങനെയാണ് പ്രോ ഇൻസുലിൻ അതൊരു നോർമൽ ഇൻസുലിനായിട്ട് മാറുന്നു, ഫങ്ഷണൽ ഇൻസുലിനായിട്ട് മാറുന്നു ബൈ റിമൂവൽ ഓഫ് ഫ്രീ സി പെപ്റ്റൈഡ് ആഫ്റ്റർ പ്രോസസ്സിങ്. സോ നമുക്ക് ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷനിൽ എന്തായിരുന്നു? നമുക്ക് റിക്കോമിനൻ്റ് DNA ടെക്നോളജി വെച്ചിട്ട് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഇൻസുലിനെ നമുക്ക് ഇതുപോലത്തെ മെച്യൂർ ഫോമിൽ അസംബിൾ ചെയ്തെടുക്കുക? നമുക്കറിയാം മെച്യൂർ ഫോമിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു എ പെപ്റ്റൈഡ് ചെയിനും ബി പെപ്റ്റൈഡ് ചെയിനും ദാറ്റ് ഈസ് കണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാവാൻ പാടും. ഈ സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല.
ഇങ്ങനെ ഈ മെച്യൂർ ഫോമിലുള്ള ഇൻസുലിനെ എങ്ങനെയാണ് അസംബിൾ ചെയ്ത് എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച്. എന്തിൻ്റെ കേസിൽ? ഇൻസുലിൻ പ്രൊഡക്ഷനിൽ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്? ഇങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഐഡിയ വന്നത് ബിക്കോസ് ഒരു നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്ന് ഇൻസുലിനെ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ആ പേഷ്യൻസിന് ഒരുപാട് അലർജിക് പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഫോറിൻ പ്രോട്ടീനിലേക്ക് വേറെ അതർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോളജിക് റെസ്പോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ അല്ലെങ്കിൽ റീകോംബിനന്റ് DNA ടെക്നോളജിയിലൂടെ എങ്ങനെ ഇൻസുലിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. സോ അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെച്യൂർ ഫോമിൽ A and B പെപ്റ്റൈഡ് ഉള്ള ആ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് കണക്ട് ചെയ്ത ആ മെച്യൂർ ഫോമിൽ ഒരു ഫങ്ഷണൽ ഹോർമോൺ ഫോമിൽ എങ്ങനെയാണ് ഇൻസുലിനെ അസംബിൾ ചെയ്ത് എടുക്കുക. സോ അതിൻ്റെ ഭാഗമായിട്ട് 1983 1983 എലി ലില്ലി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനി, സോ എലി ലില്ലി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനി ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇൻസുലിനെ പ്രിപ്പയർ ചെയ്തു. ആർട്ടിഫിഷ്യലി പ്രിപ്പയർ 2 DNA സീക്വൻസസ്. സോ എലി ലില്ലി എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി 1983 എന്ത് സംഭവിച്ചു? അവർ 2 DNA സീക്വൻസസ് കറസ്പോണ്ടിങ് ടു A and B ചെയിൻസ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ. ഹ്യൂമൻ ഇൻസുലിനെ കറസ്പോണ്ട് ചെയ്യുന്ന A and B ചെയിനുകളുള്ള 2 DNA സീക്വൻസുകളെ എലി ലില്ലി എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി പ്രിപ്പയർ ചെയ്തു. അതായത് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് തന്നെ അതിനെ ഐസൊലേറ്റ് ചെയ്ത് A ചെയിൻ B ചെയിൻ, ആ ഷോർട്ട് പോളിപെപ്റ്റൈഡ് A ചെയിൻ B ചെയിൻ അടങ്ങിയ ആ 2 DNA സീക്വൻസുകളെ ആർട്ടിഫിഷ്യലി എന്ത് ചെയ്തു? അവർ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് A B ചെയിൻസ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ്റെ അതേ A ചെയിൻ B ചെയിനെ 2 DNA സീക്വൻസുകൾ അതിൻ്റെ 2 DNA സീക്വൻസുകളെ പ്രിപ്പയർ ചെയ്ത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. എവിടേക്ക്? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്ലാസ്മിഡ്സ് ഓഫ് ഈക്കോളൈ പ്ലാസ്മിഡ്സിലേക്ക് ഈ A ചെയിൻ്റെയും B ചെയിൻ്റെയും 2 DNA സീക്വൻസുകളെ പ്രിപ്പയർ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്ത് സംഭവിച്ചു? പ്രൊഡ്യൂസ്ഡ് ഇൻസുലിൻ ചെയിൻ. അങ്ങനെ A ചെയിനും B ചെയിൻ്റെയും ഇൻസുലിൻ ചെയിനുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ചെയിൻ ആൻഡ് ചെയിൻ B സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈക്കോളൈ പ്ലാസ്മിഡ് വെച്ച് സാധിച്ചു. അങ്ങനെ A ചെയിനും B ചെയിനും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ നിന്ന് ആ A ചെയിനും B ചെയിനും എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഈ A ചെയിനും B ചെയിനും ഡൈസൾഫൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്തു. അങ്ങനെ അതൊരു ഹ്യൂമൻ ഇൻസുലിനായിട്ട് മാറി. സോ എന്താണ് ചെയ്തത്? 1983 എലി ലില്ലി എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി A and B ചെയിനോ ഹ്യൂമൻ ഇൻസുലിൻ്റെ A and B ചെയിൻ്റെ 2 DNA സീക്വൻസുകളെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഈക്കോളൈ പ്ലാസ്മിഡ്സിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഇൻസുലിൻ ചെയിനുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതായത് A ചെയിൻ B ചെയിൻ ഇൻസുലിൻ ചെയിനുകളെ പ്രൊഡ്യൂസ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് A ചെയിനും B ചെയിനും പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ആ A ചെയിനെയും B ചെയിനെയും എക്സ്ട്രാക്ട് ചെയ്തു. അതിനുശേഷം ഡൈസൾഫൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ A ചെയിനെയും B ചെയിനെയും കമ്പൈൻഡ് ചെയ്ത് ഒരു ഹ്യൂമൻ ഇൻസുലിനാക്കി മാറ്റി. അങ്ങനെയാണ് ആദ്യത്തെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ആദ്യത്തെ ഇൻസുലിൻ്റെ പേരാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ആദ്യത്തെ ഇൻസുലിനാണ് ഹ്യൂമുലിൻ. സോ ഹ്യൂമുലിൻ ആണ് ഫസ്റ്റ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ.